ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഇന്ന് ട്രിവാൻഡ്രത്തെ ഒരു ഹോട്ടലിൽ, അരോമ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിയൊക്കെ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അധികം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് സീരിയലിനകത്ത് പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സീരിയലൊന്നും കാണുന്ന കൂട്ടത്തിലല്ലെങ്കിലും അമ്മയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ പോയി വെറുതെ ഇരിക്കുമ്പോഴും കാണാറൊക്കെ ഉണ്ട്. എന്താണെങ്കിലും മലയാളികൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ദിലീപ് ശങ്കറിന്റെ. നമുക്ക് എന്താണെങ്കിലും ആ ഒരു ന്യൂസ് ഒന്ന് ആദ്യം കേൾക്കാം. ഒരു വാർത്തയിലേക്കാണ്. സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 4 ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ചിത്രീകരണത്തിനായി തലസ്ഥാനത്ത് എത്തിയത്. 2 ദിവസമായി അദ്ദേഹത്തെ കാണാനില്ല. ഇന്ന് ഈ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ എത്തിയപ്പോഴാണ് മാത്രമല്ല ഹോട്ടൽ അധികൃതർ നോക്കിയപ്പോൾ മുറിയിൽ നിന്ന് ദുർഗന്ധവും വമിച്ചു. നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തിയത്. ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി എന്ന് പറയുന്ന സീരിയലിന്റെ ഷൂട്ട് നടക്കുകയാണ്. അതിനകത്താണ് പുള്ളി ഇപ്പൊ റീസെന്റ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ദിവസമായി ട്രിവാൻഡ്രത്ത് വന്നിട്ട് സീരിയലുകാർ തന്നെയാണ് ഈ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ റിപ്പോർട്ടർ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സീരിയലിന്റെ എന്തോ കൺട്രോളർ പുള്ളി അന്വേഷിച്ച് ഹോട്ടലിൽ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ പറ്റി ആളുകൾ തിരക്കുന്നത്. അപ്പോഴാണ് ഈ മുറിയിൽ നിന്ന് ദുർഗന്ധം വന്നത്. അപ്പോഴാണ് ഈ അകത്ത് കയറി നോക്കിയ സമയത്ത് ഈ കാഴ്ച കണ്ടത്. മരിച്ചിട്ട് 1-2 ദിവസം ആയെന്നാണ് പറയുന്നത്. 2-3 ദിവസമൊക്കെ ഒരു വ്യക്തിയെ കാണാതിരുന്നിട്ട് തന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഈ സീരിയലിന്റെ അണിയറ പ്രവർത്തകരോ ആരും വിളിച്ചില്ലെന്ന് പറയുമ്പോൾ എന്തോ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭാഗ്യക്കേടായിരിക്കാം, മേ ബി പുള്ളിക്ക് എന്തോ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ആവാം. എന്താണെങ്കിലും ഈ സീരിയലിന്റെ ഡയറക്ടർ മനോജ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. ഒരു 5 ദിവസമായിട്ട് നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. പുള്ളി എറണാകുളത്താണ് പുള്ളിയുടെ വീട്. അപ്പം കഴിഞ്ഞ 2 ദിവസം 2 ദിവസത്തിന് മുമ്പാണ് നമുക്ക് വേണ്ടി വന്ന് വർക്ക് ചെയ്തത്. അതിനുശേഷം തുടർന്നുള്ള വർക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 ദിവസം നമുക്ക് വർക്കില്ലായിരുന്നു. അങ്ങനെ ആണ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു പുള്ളി 2 ദിവസവും നമ്മുടെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു പുള്ളിയെ. അപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല. പുള്ളി അങ്ങനെ ഫോൺ എടുക്കാത്തൊരു പ്രകൃതം ഉണ്ട് പുള്ളിക്ക്. പിന്നെ നമ്മൾ വർക്കിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നേരിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. സോ പുള്ളിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്ന ഒരു പ്രകൃതമില്ല എന്നാണ് സംവിധായകൻ പറയുന്നത്. ഇപ്പൊ എന്റെയൊക്കെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഞാനൊക്കെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ചത്ത് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ 5 എന്നൊക്കെ ആയിരിക്കും ആളുകൾ അറിയുന്നത്. എനിക്കും ഉണ്ട് ഈ ഒരു ശീലം. ഞാനും ഫോൺ എടുക്കുന്ന ഒരു ടൈപ്പല്ല. ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ വർക്കിന്റെ പ്രഷറും ദിവസങ്ങൾ പോകുന്ന അറിയത്തില്ല. വീട്ടിലോട്ട് വിളിക്കാൻ മറന്നുപോകും. നമ്മളെ കുറെ ദിവസങ്ങൾ കാണാതിരിക്കുമ്പോഴത്തേക്ക് അമ്മ വീട്ടിൽ നിന്ന് വിളിക്കും, എവിടാടാന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്, ഓക്കെ 4 ദിവസമായി 5 ദിവസമായി വീട്ടിലോട്ട് വിളിച്ചിട്ട്. അതുപോലുള്ള മനുഷ്യരും ഉണ്ട്. ഇപ്പോഴും സെയിം അവസ്ഥ തന്നെ. എന്റെ ഫ്രണ്ട്സ് എന്റെ വീട്ടിൽ ഒന്ന് തെറി വിളിക്കാറുണ്ട്, എന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ പേരിൽ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മേ ബി അതുപോലത്തെ ഒരു വ്യക്തി ആയിരിക്കാം പുള്ളി. അതുകൊണ്ടാണ് എല്ലാവരും പുള്ളിയെ 2 ദിവസം കാണാതിരുന്നിട്ട് പോലും ഓക്കെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് ആരും വിളിക്കാതിരുന്നത്, ആരും അന്വേഷിക്കാതിരുന്നത്. 2 ദിവസവും വർക്കില്ലാത്തതുകൊണ്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് നമ്മൾ ഫോണിൽ മാത്രമേ ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ നമ്മൾ 2 ദിവസം ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇന്ന് പുള്ളിക്ക് വർക്കില്ല എങ്കിൽ പോലും നമ്മുടെ കൺട്രോളർ വന്നിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ ഒരു റൂമിൽ നിന്നൊരു സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളൊരു ഫീല് വന്നു. അങ്ങനെ പിന്നെ ഹോട്ടലിലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. സോ ഈ സീരിയലിന്റെ കൺട്രോളർ വന്ന സമയത്താണ് റൂമിൽ നിന്ന് സ്മെല്ല് വരുന്നതായിട്ട് ഫീൽ ചെയ്തതും. അപ്പോഴാണ് എല്ലാവരും ഈ ഹോട്ടലിലുള്ള ആളുകൾ വരെ ഇതിനെപ്പറ്റി അറിയുന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. ഈ ഹോട്ടലുകാർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. അന്ന് അവിടെ ക്ലീനിങ് സ്റ്റാഫോ അല്ലെങ്കിൽ റൂം ബോയ്സ് ഒന്നും ഇല്ലേ, മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു കോറിഡോറിൽ കൂടെ നടക്കുന്ന സമയത്ത് തന്നെ ചിലപ്പം സ്മെല്ല് അടിക്കാം. എന്ത് വൃത്തിയിട്ട സർവീസ് ആണോ എന്തോ ഈ ഹോട്ടലിലൊക്കെ ഉള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചന, പുള്ളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് എന്തോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അറിയാം. എനിക്കത് ഉണ്ടായിരുന്നറിയാം. എന്താ പ്രശ്നം എന്നുള്ള അറിയില്ല. എനിക്ക് കരൾ സംബന്ധമായിട്ട് എന്തോ അസുഖമായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെന്നും അറിയാം പുള്ളി. പക്ഷേ അത് പലപ്പോഴും കെയർ ചെയ്യാത്ത പോലെയാണ് നമ്മൾക്ക് കണ്ടിട്ടുള്ളത്. നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ പുള്ളിയോട് വളരെ കാര്യമായിട്ട് പറയുമായിരുന്നു. മരുന്നിൻ്റെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറയുമായിരുന്നു. അത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിരിക്കാനാണ് സാധ്യത. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഒന്നും കഴിഞ്ഞില്ല. ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്താണ് കറക്റ്റ് മരണ കാരണം എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്താണെങ്കിലും പുള്ളിക്ക് സിവിയർ ആയിട്ടുള്ള കരൾ രോഗം ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, ന്യൂസിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ആ ന്യൂസൂടെ കേൾക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു. അത് ഗുരുതരമായ ഒരു ഘട്ടത്തിലായിരുന്നു. പല ഘട്ടങ്ങളിൽ അദ്ദേഹം മരുന്ന് കഴിക്കാതെയും ഈ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെയും ഒക്കെ നടന്നതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പോലീസും അതുതന്നെയാണ് അനൗദ്യോഗികമായി നമ്മോട് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായ ശേഷം പറഞ്ഞത്. പോലീസ് ഉറപ്പിച്ച് അനൗദ്യോഗികമായി പറയുന്നത് നിലവിൽ ദുരൂഹതയൊന്നുമില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ചത്. സോ പുള്ളിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും അത് സിവിയർ ആയിരുന്നെന്നും മെഡിസിൻസ് ഒന്നും പ്രോപ്പറായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി അറ്റ്ലീസ്റ്റ് വീട്ടുകാരാണ് കൂടുതൽ കെയർ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു പ്രവണതയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ. പോലീസിന്റെ പ്രൈമറി നിഗമനം ഇതിനകത്ത് പ്രത്യേകിച്ച് ദുരൂഹതകളൊന്നുമില്ല, ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഇനി അത് ഹോട്ടലുകാരുടെ ഒരു എക്സ്പ്ലനേഷനെ പറ്റിയും കൂടി ഈ ന്യൂസിനകത്ത് പറയുന്നുണ്ട്. അവരെന്തുകൊണ്ട് ഇത് തിരക്കിയില്ല എന്നുള്ളതിനെ പറ്റി. നമുക്ക് അതുകൂടെ കേൾക്കാം.
അതായത് 2 ദിവസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നു. 2 ദിവസമായി ഹോട്ടൽ ജീവനക്കാർ മുൻപാണ് മുറിയെടുത്തതെന്ന് അറിയുന്നു. ഇപ്പം ഭക്ഷണം കഴിക്കാനെങ്കിലും പുറത്തേക്ക് വരില്ല, അല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യാനെങ്കിലും ജീവനക്കാർ അകത്തേക്ക് പോകില്ലേ? അങ്ങനെ ഒരു സംശയം തോന്നില്ലേ? ആരും നോക്കിയില്ലേ ഇതുവരെ? നമ്മളോട് റെസ്റ്റോറൻറ്റ് മാനേജർ സംസാരിച്ചിരുന്നു. കാരണം ദിലീപ് ശങ്കറിനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം റെസ്റ്റോറൻറ്റിൽ പോയാണ് ആഹാരം കഴിക്കുന്നത്. 2 ദിവസമായി റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോഴും അവർ കരുതിയിരുന്നത് ഇദ്ദേഹം ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നിരിക്കണം. കാരണം അത്തരത്തിൽ ബാക്കി മുറിയെടുത്തവരും എല്ലാ ദിവസവും ചെല്ലുന്നവരല്ല, അവർക്ക് ഷൂട്ടുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉള്ളത് കൊണ്ട് അവരും അങ്ങനെ തന്നെയാണ്, എല്ലാ ദിവസവും എത്തുന്ന ആളുകളായിരുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് സംശയമൊന്നും തോന്നിയില്ല. ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ എത്തി ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ മാത്രമാണ് ഈ പറയുന്നത് പോലെ 2 ദിവസമായി അദ്ദേഹം പുറത്തായിരുന്നു എന്ന് ഇവർ കരുതിയിരുന്നു. പക്ഷേ എന്നാൽ റൂം അടഞ്ഞു കിടന്നത് ഇവർ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ റൂം ബോയ്സ് ആയാൽ തന്നെ ഇദ്ദേഹം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമാണ് മുറിയിലേക്ക് കയറി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം സജീവമായി ജീവനക്കാരോട് അങ്ങനെ സംസാരിക്കുന്ന ആളായിരുന്നില്ല. അങ്ങനെ ഒരു മാറി നിന്നുകൊണ്ട് വളരെ സജീവമല്ലാത്ത ഒരു പ്രകൃതക്കാരനായിരുന്നു എന്ന് തന്നെയാണ് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. സോ അതാണ് ഹോട്ടൽ മാനേജറിന്റെ റെസ്പോൺസ്. സ്വാഭാവികമായിട്ടും ഇതിനകത്തുനിന്ന് കൈ ഒഴിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റത്തു. അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടാനില്ല. മനസ്സിലായോ? അവരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്മെല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ പഴക്കമുണ്ടാകേണ്ടതല്ലേ? അത് പിന്നെ 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ ലൊക്കേഷനിൽ വന്ന് വർക്ക് ചെയ്തതിന് പോയതിന് ശേഷം ആയിരിക്കാം സംഭവിച്ചത്. ശരിക്കും ഇവിടെ റൂം എടുത്തു കൊടുത്തത് നമ്മളാണോ? നമ്മുടെ സീരിയലുമായി ബന്ധപ്പെട്ട? അതെ, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ് റൂം എടുത്ത് കൊടുക്കുന്നത്. എന്നാണ് ഇവിടെ റൂം എടുത്തത്? ഒരു 4-5 ദിവസമായിട്ടുണ്ട്. 4-5 ദിവസമായിട്ടുണ്ടെന്നാണ് എൻ്റെ. അതായത് ഒരു ക്രിസ്മസ് ദിവസത്തിനോടനുബന്ധിച്ച് മുന്നേ ആ ദിവസങ്ങളിലൊക്കെ വർക്കുണ്ടായിരുന്നു നമുക്കിവിടെ. അപ്പോൾ അവസാനമായി എന്നാണ് ദിലീപിനെ കണ്ടത്? 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുമ്പ് ലൊക്കേഷനിൽ വരുമ്പോഴാണ് ഞാൻ കണ്ടത്. അത് 27-ാം തീയതി. അന്നും പുള്ളിക്ക് ശാരീരികമായിട്ട് സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ പോർഷൻസ് എടുത്ത് പുള്ളിയെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇതിപ്പോൾ മറ്റ് ആത്മഹത്യ അങ്ങനെയുള്ള സൂചനകളൊന്നും പോലീസ് നൽകുന്നില്ലല്ലോ? ഇല്ല, അങ്ങനെയുള്ള ഇതില്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണെന്നാണ് പോലീസും സംസാരിച്ചത്. സോ അന്നേരം ആ ഒരു സീരിയലിന്റെ ക്രൂ മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്ന് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ ഓരോ സ്കെഡ്യൂൾ തയ്യാറാക്കി പുള്ളിയെ നേരത്തെ തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ ലൊക്കേഷനിൽ നിന്ന് അവർ പറഞ്ഞു വിടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കെയറിങ് വേറെ സ്ഥലങ്ങളിൽ നിന്ന് പുള്ളിക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ചു ചോദിക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നേരത്തെ ആളുകൾ അന്വേഷിച്ച് വന്നേനെ. നടി സീമാജി നായർ പുള്ളിക്കാരന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് വായിക്കാം. ആദരാഞ്ജലികൾ. 5 ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ. അന്ന് തലവേദനയായി കിടക്കുന്നത് കൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത്? ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര, എന്തെഴുതണമെന്ന് അറിയില്ല, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അന്നേരം 5 ദിവസം മുമ്പ് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് തന്റെ കുട്ടികളുമായിട്ട് ഭയങ്കര ഫണ്ണി റീൽസ് ഒക്കെ ചെയ്യുന്ന ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരു ഫാദറിനെ അത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് 1-2 റീല് കാണാം പുള്ളി ചെയ്ത്. സാറിന് കുടിക്കാൻ ചായയോ അതോ ക്യാപ്പിയോ? ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ, നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. ആ സാറിന് വിത്തോ അതോ വിത്തൗട്ടോ? വിത്തൗട്ട് ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. ഈ ചൂട് കാലത്ത് വിത്തൗട്ടാണ് സാർ നല്ലല്ലേ അല്ലേ സാറേ? സോ പുള്ളി ഭയങ്കര എന്താ പറയാ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി മാനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഫാമിലി ആയിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടൊന്നും ഇന്ന് കണ്ടിട്ട് നമുക്ക് തോന്നണില്ല. ഇത് പുള്ളിക്കാരത്തിന്റെ മകളാണ്. ഇവരും സീരിയലിനകത്തൊക്കെ എന്തൊക്കെ ഉള്ളതാണ്. സോ അപ്പൊ അതാണ് ഗൈസ്, ഓട്ടോപ്സി റിപ്പോർട്ട് വരുമ്പോൾ അറിയാം എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള മരണ കാരണമെന്ന്. സോ എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരി, എനിക്ക് ടാറ്റ, ബൈ ബൈ.